എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? കല്യാണിക്ക് അമ്മയില്ല, അവളുടെ കുട്ടിക്കാലത്തെ മരിച്ചു. ഇത് ഇളയാളെ അനിയൻകുട്ടൻ. ഇവന് 10 ദിവസം കൂടി ലീവുള്ളൂ. ഇവന്റെ അച്ഛൻ കിടപ്പിലായിട്ട് 5-6 കൊല്ലമായി. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടണം. അതുകൊണ്ടാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനിച്ച് നടത്താൻ നോക്കുന്നത്. നാരായണൻകുട്ടി, നീ പറ. ഇവനെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറയാ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ മാമ കാര്യങ്ങൾ തുറന്നു പറയാലോ? അതിനെന്താ, തുറന്നു പറഞ്ഞാലേ അറിയാൻ പറ്റൂ. അതാ. അപ്പൊ ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി വേണം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ. ആന്റി പറയുന്നോ അതോ ഞാൻ പറയണോ? നീ പറഞ്ഞാ മതി, എല്ലാം കൃത്യീകരിക്കണമെന്നേ ഉള്ളൂ. ശരി. അപ്പൊ നിങ്ങളെ പെണ്ണിന് ആദ്യം ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. നാട്ടു നടപ്പനുസരിച്ച് വേണം പറയാൻ. അത് ഒരു 15 പവൻ. 15 പവനോ? ഹേയ്, അതൊന്നും ശരിയാവില്ല. നാരായണൻകുട്ടി, വാ ഇറങ്ങാം. ഇത് പ്രശ്ന. മാമ വെറുതെ കണവണ വർത്താനം പറയാതെ കാര്യത്തിലേക്ക് വരാൻ പറ. ഇതേ കണ്ടല്ലോ, ചെക്കൻ നല്ല ചെത്തു ചുളന, ഗൾഫിൽ ജോലിയുണ്ട്. 25 പവനും 1.5 ലക്ഷം രൂപയും മിനിമം. സമ്മതമാണെങ്കിൽ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഈ പറഞ്ഞത് ഞങ്ങളുടെ ഫൈനലാ. അത് ഓക്കെ ആണെങ്കിൽ ഇപ്പൊ കൈകൊടുത്ത് കല്യാണം ഉറപ്പിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് മോതിരം മാറൽ, വരുന്ന ചിങ്ങത്തിൽ കല്യാണം. എന്ത് പറയുന്നു? എങ്കിലെങ്ങനെ ആയിക്കോട്ടെ, നമുക്കിത് തീരുമാനിക്കാം. അപ്പൊ സ്ത്രീധനമൊക്കെ ഒരു ധാരണയായ സ്ഥിതിക്ക് പെണ്ണിന്റെ അച്ഛന് ചെറുക്കന് കൈ കൊടുക്കാം. നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ദാസേട്ടാ, കല്യാണി. വല്യുഞ്ഞേ, ചേച്ചിയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. വല്യുഞ്ഞേ, ചേച്ചിയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. ചിലര് ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. വലിയ കുഞ്ഞിവിടെ വരേണ്ടി വന്നു. നിങ്ങൾ ആരോടും ഒരു വാക്കുപോലും പറയാതെ തൃച്ചംബരത്തിൽ നിന്ന് ഇറങ്ങി പോന്നതല്ലേ? അതിന്റെ കാരണം ഒന്ന് അറിഞ്ഞിട്ട് പോന്ന് കരുതി.
അങ്ങനെയൊന്നുമില്ല. ദയവ് ചെയ്ത് വെല്ലുവിഞ്ഞ് ഇവിടെ നിന്ന് പോണം. ഇവിടെ ചില ചടങ്ങുകൾ നടക്കുക. വലിയ ഞങ്ങളായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി ഒരു തെറ്റും ഉണ്ടാവാതിരിക്കാനാ അച്ഛൻ ഞങ്ങളെയും കൂട്ടി അവിടുന്ന് പോകുന്നത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോളാം. വലിയ ഇപ്പൊ ഇവിടുന്ന് പോ. നോക്കല്ലേണി, നിന്നെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ഭാരം ഒഴിവാക്കാനാ ദാസേട്ടൻ നോക്കുന്നത്. അത് ശരിയല്ല. മാത്രമല്ല, നന്നായിട്ട് പഠിക്കുന്ന നിന്റെ അനിയന്റെ ഭാവി നശിക്കും. നിങ്ങൾ ഈ കാണിച്ചതും കാണിക്കുന്നതും മുഴുവൻ അബദ്ധങ്ങളാ. ഹലോ, ആരാടാ നീ? നിനക്കെന്താ ഇവിടെ കാര്യം? മോനെ, നീ വഴിതെറ്റി കയറിയതാണെങ്കിൽ വേഗം സ്ഥലം വിടാൻ നോക്ക്. സ്റ്റേഷനിൽ 10-16 കേസുണ്ട് ഞങ്ങളുടെ പേരിൽ. ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യിപ്പിക്കല്ലേ? എന്താടാ തുറച്ചു നോക്കുന്നേ? പോകാൻ പറഞ്ഞാ പൊക്കൂടെ? പോടാ ഇവിടുന്ന്. ഇതാരാണെന്ന് അറിയാമോ നിനക്ക്? എന്റെ ദൈവം. ഹലോ മിസ്റ്റർ, ഞാൻ ആരാണ് എന്താണെന്നൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. കയ്യാങ്കളി അറിയാഞ്ഞിട്ടല്ല, താല്പര്യമില്ലാത്തോണ്ടാ. തൽക്കാലം ഈ കല്യാണാലോചന ഇവിടെ വെച്ച് നിർത്തുക. നിങ്ങൾക്ക് പോവാം. അത് പറയാൻ നീ ആരാടാ ഇവിടെ? നിന്റെ കീപ്പാണോ ഈ പെണ്ണ്? എടോ, എന്താ ഇവിടെ? അത് ഷൺമുഖ ദാസന്റെ മോക്കൊരു ആലോചന. ആരാ ചെക്കൻ? ഈ നാരായണൻകുട്ടിയാണോ? അല്ല, എന്റെ മോനാ. അത് ശരി. നീയെ രണ്ടു കെട്ടി അയാളെ കട്ടിൽ കെട്ടി കിടത്തിയിരിക്കുക. ഇനി അയാളെ നോക്കാനായിരിക്കും വേലക്കാരി മരുമകളെ നോക്കി ഇറങ്ങിയിരിക്കുന്നത്. ഷൺമുഖണ്ണ, അത് വിശദീകരണം വേണ്ട. പോകാൻ, എല്ലാത്തിനും പോകാൻ. ഇയാള് ദാസന്റെ ഒരു പരിചയക്കാരനാണ്. ദാസ് ഇവരുടെ വീട്ടിലെ ഡ്രൈവറായിരുന്നു. ഓ, ദാസേട്ടാ, തൃച്ചംബരം നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടുംബം. 25 കൊല്ലമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് എവിടെ പോയെന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾ എന്ത് മറുപടി പറയും? ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ കല്യാണി ദാസ് എവിടെ പോയെന്ന് ചോദിക്കുമ്പോ എവിടെ പോയെന്ന് പറയണം? ദാസേട്ടൻ പറ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇവിടെ വെച്ച് നമ്മളത് സംസാരിക്കണ്ട. തൃച്ചംബരത്തുള്ളവരോട് അല്പമെങ്കിലും നന്ദിയോ അടുപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾ 3 ആളും ഇപ്പൊ എന്റെ കൂടെ തിരിച്ചു വരണം ഈ നിമിഷം. മാഡത്തിനോടൊരു വാക്കുപോലും പറയാതെ വീട് വിട്ടിറങ്ങിയതാ. ഇനി എങ്ങനെയാ വെല്ലുവിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നത്?
ഇനി എങ്ങനെ അവിടെയുള്ളവരുടെ മുഖത്ത് നോക്കും? അതൊന്നും സാരമില്ല ദാസേ. കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും ദാസ് ഇങ്ങനെ പറയാതെ ഇറങ്ങി വന്നത് തെറ്റായിപ്പോയി. ചെല്ലേ, ഈ കുഞ്ഞിൻ്റെ കൂടെ പോയി കാര്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. അതാ അതിൻ്റെ ഒരു ശരി. അത് ശരി. അപ്പോ ഒരിടത്ത് നിന്ന് ഒളിച്ചോടി വന്നിരിക്കുകയാണല്ലേ ഇവിടെ മോളുടെ കല്യാണം നടത്താൻ. എന്നാ കേട്ടോ, ഒരു അനിയത്തി കൊച്ചിന്റെ ജീവൻ കയ്യിൽ നിന്ന് പോയതിന്റെ ശാപവും പേറി നടക്കുന്നവനായി ഞാൻ. ഞാൻ പറയുക, മോളാണെങ്കിലും പെങ്ങളാണെങ്കിലും പെങ്കൊച്ചുങ്ങളുടെ മനസ്സറിയാൻ പഠിക്കണം. അല്ലെങ്കിൽ തെറ്റുപറ്റും, ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റ്. ബഷീർക്ക, ഇനി എന്റെ വീട് ഇവർക്ക് വാടകയ്ക്കില്ല. കൂടും കുടുക്കിയെടുത്ത് ഇന്ന് ഇറങ്ങിക്കോണെല്ലാം. ഞാൻ തിരികെ വരുമ്പോ എനിക്ക് ഈ വീടൊഴിഞ്ഞ് താക്കോല് തിരികെ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ചവിട്ടി ഇറക്കം ഞാൻ എല്ലാത്തിനെയും. ഇനിയും ദാസേട്ടൻ വന്നില്ലെങ്കിൽ എന്റെ വാക്കുകൾക്ക് ഇത്രയും വിലയെ ദാസേട്ടൻ തന്നിട്ടുള്ളൂ ഞാൻ കരുതും. ദാസേട്ടൻ പറ, എന്റെ കൂടെ വരാൻ തയ്യാറല്ലേ? അത് ശരിയാണ്. ഓക്കെ ഓക്കെ. ശരി ശരി ശരി. പിന്നെ മനസ്സിലായി. അല്ല, അവര് നാട്ടിലിതുവരെ എത്തിയില്ലെങ്കിലേ പിന്നെ ദാസേട്ടൻ്റെ അടുത്ത ബന്ധുക്കൾ ആരാണെന്നോ അവരെവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചറിഞ്ഞു വെക്കേ. എങ്ങനെയായാലും നമുക്ക് ആളിനെ കണ്ടെത്തിയല്ലേ പറ്റൂ. എടാ മച്ചു, നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യേ. അടുക്കളക്കാരിയെ കൊണ്ടൊന്ന് വാഴിച്ചാലേ ഇവനൊക്കെ ഉറക്കം കിട്ടുള്ളൂ എന്നാ തോന്നുന്നത്. കഷ്ടം തന്നെ. അതൊന്നും സാരമില്ല. ബിസിനസ് ആകുമ്പോൾ അതൊക്കെ ഉള്ളതല്ലേ. പിന്നെ ബ്രോയ്ക്ക് ഒരു ചെറിയ വിഷമമുണ്ട്, അതൊക്കെ മാറിക്കോളും. അമ്മയ്ക്ക് അറിയാം ബിസിനസ് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. ശരിടാ, നീ എന്തായാലും ദാസേട്ടൻ്റെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ. ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഓക്കേടാ. ശരി ശരി. എന്തായി അരവിന്ദേ, കല്യാണിയെ കുറിച്ചുള്ള വല്ല വിവരവും കിട്ടിയോ? അല്ല, നീ ഫോൺ ചെയ്യുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. എന്താടാ, ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? കല്യാണിയെ കുറിച്ചുള്ള വല്ല വിവരവും കിട്ടിയോന്ന്? അല്ല, എപ്പ കണ്ടാലും കല്യാണിയെ കുറ്റപ്പെടുത്തുന്ന ഇളയമ്മയ്ക്ക് ഇപ്പൊ കല്യാണിയോട് പെട്ടെന്നൊരു പ്രേമം വന്നപ്പോ നോക്കിപ്പോയതാ. സത്യം പറഞ്ഞാലേ എനിക്കിപ്പോഴും അവരെ ഇവിടുന്ന് ഓടിച്ചു വിട്ടത് ഇളയമ്മയാണോ എന്നൊരു സംശയമുണ്ട്. ദേ അരവിന്ദേ, നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ഒന്നുമില്ലെങ്കിൽ അവളുള്ളപ്പോ വായ്ക്ക് രുചിയായിട്ട് ആഹാരം കഴിക്കായിരുന്നു. അതിന്റെ സ്മരണ കൊണ്ട് ഒന്ന് തിരക്കി പോയെന്നേ ഉള്ളൂ. അതെ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. ഏതായാലും ഞാൻ വിശ്വസിക്കുന്നത് അവൾ അവളുടെ നാട്ടിൽ പോയി കാണൂന്ന. ഇല്ല ഇളയമ്മ, അവര് നാട്ടിലെത്തിയിട്ടില്ല. ഓ, എന്നോടൊപ്പം ബിടെക്കിന് പഠിച്ചൊരുത്തൻ കല്യാണിയുടെ നാട്ടിലുള്ളതാ. അവനെ കൊണ്ട് ഞാൻ തിരക്കിപ്പിച്ചു. അവരിതുവരെ അവിടെ എത്തിയിട്ടില്ലെന്ന് അവൻ പറഞ്ഞു. പിന്നെ ഞാൻ ദാസേട്ടന് കല്യാണിയുടെ ഫോട്ടോ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടാൽ അറിയിക്കണമെന്ന്. അയ്യേ, നിനക്കിത് എന്തിന്റെ കേടാ അരവിന്ദേ? ഞണ്ട് കൊഴുത്താൽ വലയിൽ കിടക്കില്ലെന്നാ ചൊല്ല്. അതുപോലെ അവള് കൊഴുപ്പ് കയറി രാജ്യരാമാനം വീട് വിട്ട് ഇറങ്ങി പോകുമ്പോഴേ നമ്മൾ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത പോലെ ഇങ്ങനെ തിരക്കി നടക്കേണ്ട കാര്യം എന്താ? ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങി പോയതൊക്കെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. അവൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഫോട്ടോ ഷെയർ ചെയ്യുന്ന പോലും നിനക്കൊന്നും വേറെ പണിയില്ലാത്തോണ്ടാ. അമ്മയാ പറഞ്ഞത് എത്രയും പെട്ടെന്ന് കല്യാണിയെ കണ്ടെത്തി കൊണ്ടുവരണമെന്ന്, വേറെ ഒന്നുമല്ല. അമ്മ വരുന്നുണ്ട് ഇപ്പൊ. എന്നോട് ഈ പറഞ്ഞോക്കെ അമ്മയോടും പറയണം കേട്ടാ. പറയല്ലേ? എളമേടാ ധൈര്യം എനിക്കൊന്ന് കാണും. അയ്യോ വേണ്ട പ്ലീസ്.
അരവിന്ദേ, ഞാൻ നിന്നോട് പറഞ്ഞത് ചെയ്യാതെ നീ വിലാസിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കണോ? ആനന്ദ് എവിടെ? അതമ്മേ, ഈ ഇളയമ. അരവിന്ദ് പ്ലീസ് പറയില്ലടോ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആനന്ദ് എവിടെയെന്ന്? ബ്രോ ദാസേട്ടനും കല്യാണി തിരക്കി പോയിരിക്കാമേ. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഏതോ റൂറൽ ഏരിയയിലാണെന്ന് തോന്നുന്നേ. ആ ദേ ചേച്ചി, ആനന്ദ് എത്തി. അവന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. 100 ആയുസ. സമാധാനം ഒറ്റയ്ക്കേ ഉള്ളൂ. ഹോ ദാസേട്ടൻ വരൂ. കൊള്ളാം ദാസേട്ടാ, എനിക്കിഷ്ടപ്പെട്ടു. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ല, എന്നോടോ കൃഷ്ണേട്ടനോടോ ഒരു വാക്ക് പോലും പറയാതെ രായ്ക്ക് രാമാനം മക്കളെയും കൂട്ടി പോവാൻ ഇവിടെ ഇപ്പൊ എന്താ അത്ര വലിയ പ്രശ്നം ഉണ്ടായത്? ദാസേട്ടൻ പറ. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാമായിരുന്നില്ലേ? അല്ലാതെ കള്ളനെ പോലെ ഇങ്ങനെ ഒളിച്ചോടി പോവുകയാണ് വേണ്ടത്. പറയൂ, ഇവിടെ എന്ത് കുറവാണ് ഉണ്ടായിരുന്നത് ദാസന് ഒളിച്ചോടി പോകാൻ? അയ്യോ, ഈ വീട്ടിൽ ഒരു കുറവും അറിഞ്ഞിട്ടില്ല ഞാനും എൻ്റെ മക്കളും. വെറൊരു വീട്ടുജോലിക്കാരിയായ എൻ്റെ മോളുടെ കല്യാണം തൃച്ചംബരത്തെ കല്യാണം പോലെ നടത്താൻ കാണിച്ച ആ വലിയ മനസ്സ് ദാസ് അവസാന ശ്വാസം നിലയ്ക്കും വരെ മറക്കില്ല. അങ്ങനെയുള്ളപ്പോ ഇവിടെ എന്തെങ്കിലും കുറവുണ്ടായി എന്ന് പറഞ്ഞാ വെള്ളം ഇറങ്ങാതെ ചാവേണ്ടി വരും എനിക്ക്. അത്രയ്ക്ക് ദൈവകോപം കിട്ടും. പിന്നെന്തിനാ ആരോട് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയത്? ദാസേട്ടൻ അതിന്റെ ഉത്തരം പറ. ഇവിടെ എന്തെങ്കിലും കുറവുണ്ടായി എന്ന് പറഞ്ഞാ വെള്ളം ഇറങ്ങാതെ ചാവേണ്ടി വരും എനിക്ക്. അത്രയ്ക്ക് ദൈവകോപം കിട്ടും. പിന്നെന്തിനാ ആരോട് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയത്? ദാസേട്ടൻ അതിന്റെ ഉത്തരം പറ. ചോദിച്ചത് കേട്ടില്ലേ? പിന്നെന്തിനാ ആരോടും പറയാതെ രായ്ക്ക് രാമാനം മക്കളെയും കൂട്ടി ഇറങ്ങിപ്പോയത്? ഇവിടെ എല്ലാവർക്കും ഞാനായിരിക്കും കാരണക്കാരിയെന്നായിരുന്നു സംശയം. അവസാനം എന്റെ മക്കളെ കൊണ്ട് ആണയിട്ടിട്ടാ ഇവരെയൊക്കെ ഒന്ന് വിശ്വസിപ്പിച്ചത്. അതുകൊണ്ട് തന്തയും മക്കളും കൂടി ഇങ്ങനെ കള്ള ലക്ഷണം കാണിച്ചു നിൽക്കാതെ വാ തുറന്ന് അങ്ങോട്ട് പറ, ഓടിപ്പോകാൻ കാരണം എന്താണെന്ന്. ദാസേട്ടാ, അമ്മ ചോദിക്കുന്നത് കേട്ടില്ലേ? കാര്യം എന്താണെന്ന് പറ. ദാസേ. അതെ, എല്ലാത്തിനും ഓരോരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. എന്താ കാരണം എന്ന് വെച്ചാ അത് തെളിച്ചു പറ ദാസേട്ടാ. ഇത്രയും ചോദിച്ചിട്ടും ദാസേട്ടൻ വാ തുറക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം തെറ്റ് നമ്മുടെ ഭാഗത്താണെന്നാ. അതല്ലേ ദാസേട്ടാ ശരി? അല്ല മാഡം, അങ്ങനെ ഒരു അർത്ഥമില്ല അതിന്.
എല്ലാ തെറ്റും ഞങ്ങളുടെ കയ്യിലാ. സത്യം പറഞ്ഞ ഒരു വാക്കുപോലും പറയാതെ ഈ വീട് വിട്ടു പോയതിന് കാരണം എൻ്റെ മോളാ ഈ കല്യാണി.